السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ അത്തഖിയ അൽ ഗനിയ അൽ ഖഫിയ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് അൽ അബ്ദ അത്തഖിയ, തഖ്വയുള്ള ഒരു അടിമയെ. അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹലാല് ഹറാമുകളൊക്കെ നോക്കി ജീവിക്കുന്ന തഖ്വയുള്ള ആളുകളെ. അതുപോലെ തന്നെ അൽ ഗനിയ, മറ്റുള്ളവരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ ആ രൂപത്തിൽ സ്വന്തം രൂപത്തിൽ ജീവിക്കുന്ന അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. മൂന്നാമത് പറഞ്ഞു അൽ ഖഫിയ, അതുപോലെ തന്നെ ഗോപ്യനായ ഒരു അടിമയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ പ്രശസ്തി ആഗ്രഹിക്കാത്ത, മറ്റുള്ള ആളുകളുടെ ഇടയിൽ അറിയപ്പെടണമെന്നൊന്നും മനസ്സിൽ ചിന്താഗതിയില്ലാത്ത അടിമയെ, ആ രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിച്ചു പോകുന്ന അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കൊണ്ട് ഞാൻ കേട്ടു എന്നാണ്. ഈ ഒരു സംഭവം, ഈ ഒരു ഹദീസ് സഅദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ മകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാനുണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഫിത്നകൾ സഹാബാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു ഫിത്നയുടെ കാലഘട്ടത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ആ ഫിത്നയിലൊന്നും ഒന്നിലും ഇടപെടാതെ അദ്ദേഹം മാറി താമസിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആടുകളും അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങളുമായി കൊണ്ട് അദ്ദേഹം മാറി താമസിച്ചു. ഒരു ഭാഗത്തേക്കും അദ്ദേഹം തിരിഞ്ഞില്ല. എന്നാൽ സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ആ ഫിത്നയിലെല്ലാം ഇടപെടുകയും സഹാബാക്കൾക്കിടയിൽ സംസാരിക്കാനും ഇതിനൊക്കെ മുതിരുന്ന ഒരാളുമായിരുന്നു. അങ്ങനെ ഉപ്പ ഇതിലൊന്നും ഇടപെടുന്നില്ല എന്ന് കണ്ട് ഉപ്പയുടെ അടുത്തേക്ക് അദ്ദേഹം ഒരു വാഹനത്തിൽ വരികയാണ്. ആ വാഹനത്തിൽ വരുന്ന സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഒരു യാത്രികൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിലുള്ള ആളുടെ ഷെറിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത് എന്തിനായിരിക്കും? സ്വാഭാവികമായിട്ടും ഉപ്പാനോട് ആ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി, ഒത്തുതീർപ്പാക്കാൻ വേണ്ടി, പറയാൻ വേണ്ടിയിട്ടായിരിക്കും വരിക. അപ്പോൾ അതിൽ ഇടപെട്ട് സംസാരിക്കാൻ മാത്രം സഅദ് റളിയല്ലാഹു തആല അൻഹു ഇതിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ആ മകൻ വരികയും എന്നിട്ട് വാപ്പനോട് പറഞ്ഞു, എല്ലാവരും അവിടെ തർക്കത്തിലും പ്രയാസത്തിലും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് താങ്കൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ആരോടും മിണ്ടാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഒഴിഞ്ഞു നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല ഈ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബു അൽ അബ്ദ അത്തഖിയ ഗനിയ അൽ ഖഫിയ. അല്ലാഹു ഖഫിയായ, പ്രശസ്തനാകണമെന്ന് ആഗ്രഹിക്കാത്ത, അതുപോലെ തന്നെ ഗനിയായ, മറ്റുള്ളവരെ ആശ്രയിക്കാത്ത, അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അടിമകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഹദീസ് സഅദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മകനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കറിയാം, എല്ലാ ആളുകളും, അധിക ആളുകളും അവർ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പ്രശസ്തരായാൽ മതി എന്ന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖഫിയായ അടിമകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. മഹാനായ ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാചകം കാണാം, മാ അഅരിഫു റജുലൻ അഹബ്ബ അൻ യുഅറഫ് ഇല്ലാ ദഹബ ദീനുഹു വഫ്തുലിഹ്. എനിക്ക് ഒരാളെയും അറിയില്ല, എങ്ങനെയുള്ള ആള്? പ്രശസ്തനാകണം, താൻ അറിയപ്പെടണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളെയും അറിയില്ല, ഇല്ലാ ദഹബ ദീനുഹു, അവൻ്റെ ദീൻ നഷ്ടപ്പെട്ടിട്ടല്ലാതെ, വഫ്തുലിഹ, അതുപോലെ തന്നെ അപമാനിക്കപ്പെട്ടിട്ടുമല്ലാതെ ഒരാളെയും എനിക്ക് അറിയില്ല. അപ്പോൾ ഒരാൾ പ്രശസ്തനാകണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് നടക്കുന്നത് എങ്കിൽ അയാളുടെ ദീൻ നഷ്ടപ്പെടും, അതുപോലെ തന്നെ അവൻ പൊതുമധ്യത്തിൽ അപമാനിതനാകുകയും ചെയ്യുമെന്നാണ് മഹാനായ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിനെ കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്രാഹിം അദ്ദേഹം റഹിമഹുല്ലാ പറഞ്ഞൊരു വാചകം കാണാം, മാ സദഖല്ലാഹ അബ്ദുൻ അഹബ്ബ ശുഹറ. പ്രശസ്തി ആഗ്രഹിക്കുന്ന, പ്രശസ്തി മോഹമുള്ള ഒരു അടിമയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സത്യസന്ധത പുലർത്തിയതായിട്ട് അറിയില്ല. അപ്പോൾ
പ്രശസ്തിയാവുക എന്നുള്ള പ്രശസ്തനാവുക എന്നുള്ളതല്ല പ്രശ്നം, പക്ഷേ പ്രശസ്തിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിനോടുള്ള ഹക്കുകളൊക്കെ പൂർത്തീകരിക്കുന്നതിൽ അവർക്ക് വലിയ വീഴ്ചകൾ സംഭവിക്കുമെന്നാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം, ഈ വാക്കുകളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.